السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ليس كمثله شيء وهو السميع البصير. وهو السميع يرى ويسمع كل ما في الكون من سر ومن إعلان. ولكل صوت منه سمع حاضر فالسر والإعلان مستبيان. والسمع منه واسع الأصوات لا يخفى عليه بعيدها والداني. وهو البصير يرى دبيب النملة السوداء تحت الصخر والصوان. ويرى مجاري القوت في أعضائها ويرى عروق بياضها بعيان. ويرى خيانات العيون بلحظها ويرى كذاك تقلب الأجفان. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടങ്ങളും ഉത്തമങ്ങളുമായ നാമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൽ അലീം എന്ന എല്ലാം അറിയുന്നവൻ, യാതൊരു പരിധിയും പരിമിതിയുമില്ലാതെ എല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ എന്ന നാമത്തെയാണ് വിശദീകരിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സമീർ എന്ന പേര് 45ഓളം സ്ഥലത്തും ബസീർ എന്ന നാമം 42 സ്ഥലത്തും വിശുദ്ധ ഖുർആനിൽ അവന്റെ നാമം എന്ന നിലക്ക് വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥവും ആശയവും അത് ഉൾക്കൊള്ളുന്നതിലൂടെ മുസ്ലിമീങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടുന്ന വിശ്വാസ ദാർഢ്യതയും അത് സംബന്ധമായാണ് ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അല്ലാഹു സത്യം പറയാനും അതനുസരിക്കാനും ജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കാനുമുള്ള സർവ്വ തൗഫീഖും നൽകി അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും അതിവിശിഷ്ടമായ ഈ നാമങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്ന് സമീഅ, മറ്റൊന്ന് ബസീർ എന്നാണ്. പടച്ചതമ്പുരാൻ സമീഅാണ്, ബസീറാണ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിനെ സംബന്ധിച്ച് ഒറ്റവാക്കിൽ നാം മനസ്സിലാക്കേണ്ടത് വഹുവല്ലദീ യസ്മഉ സിർറ വന്നജ്വ,
രഹസ്യമായ കാര്യങ്ങളും ഏത് ഗൂഢാലോചനയും അവൻ കേൾക്കും. അവന്റെ അടുക്കൽ രഹസ്യ പരസ്യ വ്യത്യാസം ഇല്ല. ഒരു കാര്യം ഒരാൾ സംസാരിച്ചാലും ഇനി സംസാരിക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാലുമൊക്കെ അവൻ അതൊക്കെ നന്നായി അറിയുന്നവനാണ് എന്നതാണ്. മനുഷ്യരായ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സമീഉ ബസീർ എന്നിങ്ങനെ അക്ഷരത്തിൽ മാത്രം സാമ്യമുള്ള പ്രയോഗങ്ങൾ നടത്തിയതായി കാണാൻ സാധിക്കും. പദത്തിൽ മാത്രമേ സാമ്യമുള്ളൂ എന്ന് അടിവരയിട്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹുവിനെ സംബന്ധിച്ചു പറഞ്ഞ പല വിശേഷണങ്ങളും സൃഷ്ടികളുടെയും പേരിൽ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച് കാണാം. അത് പദപരമായ ബന്ധം മാത്രമേയുള്ളൂ, അക്ഷരത്തിലുള്ള ബന്ധമേയുള്ളൂ. അതല്ലാതെ അല്ലാഹുവിനെ പോലെ സമീഉ എന്നോ ബസീർ എന്നോ വിശുദ്ധ ഖുർആൻ എന്നല്ല ഒരു സ്ഥലത്തും ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കുന്നതും അല്ല. നമുക്ക് കാണാം പരിശുദ്ധ ഖുർആനിൽ മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് സൂറത്തുൽ ഇൻസാനിന്റെ 2-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഇന്നാ ഖലഖ്നൽ ഇൻസാൻ, നിശ്ചയമായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ നുത്ഫത്തിൻ അംശാജിൻ, കൂടിക്കലർന്ന ഒരു ബീജത്തിൽ നിന്ന്. നബ്തലീഹി, അവനെ നാം പരീക്ഷിക്കുകയാണ്. ഫജഅൽനാഹു, അങ്ങനെ അവനെ നാം ആക്കിയിരിക്കുന്നു. സമീഅൻ ബസീറാ, കേൾക്കുന്നവനും കാണുന്നവനുമാക്കിയിരിക്കുന്നു. ഇവിടെ നോക്കൂ, അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ സമീഉ ബസീർ എന്ന പദമാണ് ഇവിടെ സൃഷ്ടികളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നാൽ അല്ലാഹുവിനെ സംബന്ധിച്ച് സമീഅ എന്ന് പറഞ്ഞതുപോലെ, അല്ലാഹുവിനെ സംബന്ധിച്ച് ബസീർ എന്ന് പറഞ്ഞതുപോലെ ഒരു സൃഷ്ടിയെ സംബന്ധിച്ചും നമുക്ക് പറയാൻ പോലും പാടില്ലാത്തതാകുന്നു. പടച്ചതമ്പുരാന്റെ കേൾവി, അവന്റെ കാഴ്ച, അതിന് താരതമ്യപ്പെടുത്താനും തുല്യപ്പെടുത്താനും ഈ ലോകത്ത് യാതൊന്നുമില്ല. അവനോട് തുല്യം അവൻ മാത്രമേയുള്ളൂ. ലൈസ കമിസ്ലിഹി ശൈഉൻ. എപ്പോഴും നാം സാധാരണ അഖീദകൾ പറയുമ്പോൾ, മുസ്ലിമിന്റെ വിശ്വാസത്തിന്റെ മേന്മ പറയുമ്പോൾ ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ പറയുന്നൊരു വചനമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ശൂറ, അതിലെ 11-ാം വചനത്തിന്റെ ഒരു ഭാഗമായ ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അവനെപ്പോലെ യാതൊന്നും തന്നെയില്ല, അല്ലാഹുവിനെ പോലെ എന്ന് പറയാൻ യാതൊന്നുമില്ല. വഹുവസ് സമീഉൽ ബസീർ, അവിടെ ഉടനെ അല്ലാഹു പറയുകയാണ്, അവനെല്ലാം കേൾക്കുന്നു, അവനെല്ലാം കാണുന്നു. അപ്പൊ അല്ലാഹു സമീആണ്, അല്ലാഹു ബസീറാണ്. സൃഷ്ടികളും സമീആണ്, ബസീറാണ്, അല്ലാഹുവിനെ പോലെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് നിമിഷം അവൻ പുറത്തു പോകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇഖ്ലാസ്, വിശ്വാസിയുടെ ഈമാനിന്റെ ദൃഢത സ്ഥിരപ്പെടുത്തുന്ന അധ്യായമാണത്. ആ ഒരു കൊച്ചു അധ്യായത്തിലൂടെ പടച്ചതമ്പുരാൻ അവനെ പരിചയപ്പെടുത്തി, ചുരുങ്ങിയ മട്ടത്തിൽ പരിചയപ്പെടുത്തിയ സുലുസുൽ ഖുർആൻ എന്ന് പോലും അറിയപ്പെടുന്ന, ശുദ്ധ ഖുർആനിന്റെ 1/3 എന്ന് പറയപ്പെടാവുന്ന മഹത്വമേറിയ സൂറത്തുൽ ഇഖ്ലാസിന്റെ അവസാന ഭാഗത്ത് കാണാം, വലം യകുല്ലഹു കുഫുവൻ അഹദ്. വലം യകുല്ലഹു, അവനില്ല തന്നെ, അവനുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. കുഫുവൻ അഹദുൻ, ഒരാളും തന്നെ അവന് കുഫുവായിട്ട്, അവന് യോജിക്കുന്നതായിട്ട്, അവന് തുല്യമായി യാതൊരാളും തന്നെ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഖാലിഖായ അല്ലാഹുവിനുള്ള എല്ലാ ഗുണങ്ങളും അവന്റേത് മാത്രമാണ്. എന്നാൽ അവന്റെ ചില പടപ്പുകൾക്ക് അവൻ ഈ പ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. സമീ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബസീർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ റഊഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെയുള്ള ആ നിലക്കുള്ള ഒരർത്ഥത്തിൽ എവിടെയും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല, പറയുന്നതും അല്ല. ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. എന്തിനാണ് ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്? നിങ്ങൾ നോക്കൂ, വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു വിശേഷണം, ഈ 2-3 വിശേഷണങ്ങൾ കാര്യമായി ഗ്രഹിക്കാത്തതിന്റെ പേരിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്റെ സഹോദരങ്ങളെ കേൾപ്പിച്ച അലീം എന്ന വിശേഷണം, എല്ലാം അറിയുന്നവൻ, പരിധിയും പരിമിതിയും മറ്റവുമില്ലാതെ പരന്നു കിടക്കുന്ന അറിവിന്റെ ഉടമ,
അതുപോലെ തന്നെ സമീഅ്, ബസീർ, ഈ ഗുണങ്ങളൊക്കെ ശരിക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ട് ഒരുപാട് ആളുകൾ അന്ധവിശ്വാസങ്ങളിൽ പെട്ടുപോയി. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെയൊക്കെ വിശ്വാസം അവരെ അള്ളാഹുവിനെ പോലെ കാണും എന്നാണ്, അള്ളാഹുവിനെ പോലെ അവർ കേൾക്കും എന്നാണ്, അള്ളാഹുവിനെ പോലെ അവർക്ക് കാര്യങ്ങൾ അറിയും എന്നാണ്. പക്ഷേ അവർക്കാകെ ഒരു വ്യത്യാസമേ അവർ കൽപ്പിക്കുന്നുള്ളൂ. അള്ളാഹുവിന്റെയും പടപ്പുകളുടെയും ഇടയിൽ അവർ കൽപ്പിക്കുന്ന ഏക വ്യത്യാസം അള്ളാഹു സമദാണ്, സൃഷ്ടികൾ സമദുകളല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ എല്ലാ അറിവും, അള്ളാഹുവിന്റെ എല്ലാ കേൾവിയും, അള്ളാഹുവിന്റെ എല്ലാ കാഴ്ചയും സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമാണ്, ആരും നൽകിയതല്ല. സൃഷ്ടികളെല്ലാം കേൾക്കുന്നു, എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു എന്ന് പറഞ്ഞാൽ ഒരു തകരാറുമില്ല. അള്ളാഹു അറിയും പോലെ ഔലിയാക്കൾ അറിയുന്നു എന്ന് പറഞ്ഞാൽ ഒരു തകരാറുമില്ല പോലും. അള്ളാഹു കേൾക്കും പോലെ ഔലിയാക്കൾ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു തകരാറുമില്ല പോലും. അള്ളാഹു കാണും പോലെ ഔലിയാക്കളും കാണുന്നു എന്ന് പറഞ്ഞാൽ ഒരു തകരാറുമില്ല പോലും. പിന്നെ എന്തേ വേണ്ടതുള്ളൂ? അള്ളാഹുവിന്റേത് സ്വയം കിട്ടിയതാണ്, മറ്റുള്ളവർക്ക് അള്ളാഹു കൊടുത്തതാണ്. അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ഔലിയാക്കൾ എല്ലാം കാണും, എല്ലാം കേൾക്കും, എല്ലാം അറിയും എന്ന് വിശ്വസിക്കുന്നത് തൗഹീദിന്റെ വിരുദ്ധമല്ലെന്ന് മാത്രമല്ല, അങ്ങനെ വിശ്വസിക്കുന്നവനെ യഥാർത്ഥ സുന്നിയാവുകയുള്ളൂ എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഈ പുസ്തകം അതിനുവേണ്ടി എഴുതിയ ഗ്രന്ഥമാണ്, ഒരു കൊച്ചു പുസ്തകം. ഇസ്തിഗാസ എന്ന പേരിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി, മനുഷ്യ സമൂഹത്തെ പ്രേരിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ഒരു സഖാഫി, വിശുദ്ധ ഖുർആനിന് ദുർവ്യാഖ്യാനം പറയുന്നതിൽ വീരനായ ഒരു സഖാഫി, അയാൾ എഴുതുകയാണ് ഇസ്തിഗാസ എന്ന ഈ പുസ്തകത്തിൽ. ഇതിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇതിന്റെ 10-ാമത്തെ പേജിൽ കാണാം, ഒരു സബ് ഹെഡിങ് കാണാം, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ. എന്നിട്ട് പറയാണ്, ഏതെങ്കിലും ഒരു വിശേഷണം എപ്പോഴാണ് അള്ളാഹുവിന്റേതിന് തുല്യമാവുക? അള്ളാഹുവിന്റെ വിശേഷണം അപരനിൽ ആരോപിച്ചു എന്ന് എപ്പോഴാണ് പറയപ്പെടുക? ചോദ്യമാണ്. അള്ളാഹുവിനെ പോലെ കാണുന്നവൻ, കേൾക്കുന്നവൻ എന്നൊക്കെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കേൾവിയും കാഴ്ചയും സൃഷ്ടിയിൽ ആരോപിച്ചു, അതിനാൽ ശിർക്ക് വന്നുകൂടി എന്ന് പറയാമോ? ഇതെല്ലാം പ്രസക്തമായ ചോദ്യങ്ങളാണ് എന്ന് മൂപ്പര് പറഞ്ഞിട്ട് ഉത്തരം മൂപ്പര് തന്നെ പറയുന്നത് കേട്ടോളൂ. താഴെ പറയുന്ന വിവരണം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഇതിനെല്ലാം നിവാരണമാകും. ഒരു വിശേഷണം അള്ളാഹുവിന്റേത് മാത്രമാകുന്നത് സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ വിധം അത് പ്രയോഗിക്കപ്പെടുമ്പോഴാണ്. അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളിലും അവൻ സ്വയം പര്യാപ്തനാണ്. സൃഷ്ടികൾ അവരുടെ ഒരു വിശേഷണത്തിലും സ്വയം പര്യാപ്തതയുള്ളവരല്ല. അതായത് ഒരു വിശേഷണം, ഉദാഹരണം കാഴ്ച, കേൾവി, അള്ളാഹുവിന്റേത് മാത്രമാകുന്നത് അത് സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമാകുമ്പോഴാണ്. അല്ലാത്ത വിധം ഇതേ വിശേഷണങ്ങൾ തന്നെ, അടിവരയിട്ട് മനസ്സിലാക്കുക, ഇതേ വിശേഷണങ്ങൾ തന്നെ മനുഷ്യനും മറ്റു സൃഷ്ടികൾക്കും പറയാവുന്നതാണ്. ഈ പ്രയോഗം കൊണ്ട്, ബാഹ്യമായ ഈ പ്രയോഗം കൊണ്ട് ശിർക്ക് സംഭവിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, അടുത്ത വാചകം പറയുന്നത്, അള്ളാഹുവിനെ പോലെ കാണുമെന്നോ കേൾക്കുമെന്നോ ഒരു വലിയനെ കുറിച്ച് പറയുന്നത് ശിർക്കാവുകയില്ല. കാരണം സ്വയം പര്യാപ്തത ചാർത്താതെയാണ് ഈ പ്രയോഗം. മനസ്സിലായില്ലേ? സ്വയം പര്യാപ്തത ഉണ്ടൊരു വലിയനെന്ന് വിശ്വസിച്ചാലേ, ഔലിയ സ്വയം കഴിവുകൊണ്ടാ കേൾക്കുന്നത്, സ്വയം കഴിവുകൊണ്ടാണ് കാണുന്നത്, സ്വയം കഴിവുകൊണ്ടാണ് അറിയുന്നത് എന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരികയുള്ളൂ. അതല്ലാതെ അള്ളാഹു കാണുമ്പോൾ ഔലിയാക്കളും എല്ലാം കാണും, എല്ലാം കേൾക്കും, അടുക്കേ അകലെ എന്ന വ്യത്യാസമില്ലാതെ, ദൂരപരിധി അവർക്ക് പ്രശ്നമല്ല, സമയപരിധി അവർക്ക് പ്രശ്നമല്ല, സ്ഥലകാല ശബ്ദ വ്യത്യാസമില്ലാതെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന്റെ ഔലിയാക്കളും അറിയുന്നു എന്ന് വിശ്വസിച്ചാൽ ശിർക്ക് വരില്ല പോലും. കാരണം അല്ലാഹുവിന്റെ കഴിവ് സ്വയമുള്ളതാണ്, സൃഷ്ടികൾക്കൊക്കെ അള്ള കൊടുത്തതാകുന്നു. അപ്പൊ അള്ള കൊടുത്തതാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് കഴിവും ഉണ്ടെന്ന് വിശ്വസിച്ചാലും യാതൊരു തകരാറുമില്ല പോലും. ഇതാണ് ഈ സഖാഫി ഈ പുസ്തകത്തിലൂടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് ഏറ്റവും കടുത്ത അട്ടിമറിയാണ്, ദുർവ്യാഖ്യാനമാണ്. ഞാൻ നിങ്ങളോട് മുമ്പ് സൂചിപ്പിച്ചിരുന്നു. എങ്കിൽ മക്കയിലെ മുശ്രിക്കിന്റെ അടുക്കലുള്ള ശിർക്ക് എന്ത്? അറേബ്യൻ മുശ്രിക്കുകളിൽ പിന്നെ എവിടെ വന്നു ശിർക്ക്? അറേബ്യൻ മുശ്രിക്ക് ലാത്തയെ വിളിച്ചാൽ കേൾക്കുമെന്ന് വിശ്വസിച്ചു, ഉസ്സയെ വിളിച്ചാൽ കേൾക്കുമെന്ന് വിശ്വസിച്ചു. ലാത്തയും ഉസ്സയും ഒക്കെ എല്ലാം കാണും, കേൾക്കുമെന്ന് വിശ്വസിച്ചു. എങ്ങനെ? അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കഴിവ് കിട്ടാതെ സ്വയം കഴിവ് കൊണ്ട് കേൾക്കുമെന്നാണോ വിശ്വസിച്ചത്?
അള്ളാഹു കൊടുക്കാത്ത കഴിവുകൊണ്ട്, സ്വന്തമായ കഴിവുകൊണ്ട് മനാത്തയും ഉസ്സയും ഹുബുലുള്ളയിലെയും ഒക്കെ കാണുകയും കേൾക്കുകയും സഹായിക്കുമെന്നുമാണോ വിശ്വസിച്ചത്? ഒരിക്കലും അല്ല. അള്ളാഹു അവരോട് ചോദിച്ചിട്ടുണ്ട്, അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാർ, എല്ലാം കാണാനുള്ള ആ കഴിവും അതുപോലെ തന്നെ എല്ലാം കേൾക്കാനുള്ള ആ സമഅ് എന്ന കഴിവും അതുപോലെ തന്നെ കാണുവാനുള്ള കണ്ണുകളുടെ കഴിവുമൊക്കെ എല്ലാം ഉടമപ്പെടുത്തിയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള അതിന്റെയൊക്കെ ഉടമ ആരാണെന്ന് ചോദിച്ചാൽ അറേബ്യൻ മുശ്രിക്കുകൾ പോലും പറഞ്ഞത് അല്ലാഹു മാത്രമാകുന്നു, അല്ലാഹു ആകുന്നു. അല്ലാഹു കൊടുക്കാത്തൊരു കഴിവ് ഇവർക്കുണ്ട് എന്ന് അവരും വിശ്വസിച്ചിട്ടില്ല. ആവർത്തിച്ചു പറയട്ടെ, തെൽബിയത്ത് ചൊല്ലുമ്പോ മുശ്രിക്ക് എന്താ ചൊല്ലുന്നത്? തെൽബിയത്ത് ചൊല്ലുമ്പോ കഅബാലയത്തിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് തെൽബിയത്ത് മുഴക്കുമ്പോ അറേബ്യൻ മുശ്രിക്കുകൾ ചൊല്ലി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കാളിയുമില്ല എന്നാ മുശ്രിക്ക് പറയുന്നത്. അടുത്ത വാചകം എന്താണ്? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക, ഇല്ലാ ശരീകൻ, നിനക്കൊരു പങ്കാളിയുണ്ട്. ആ പങ്കാളി എങ്ങനത്തെ പങ്കാളിയാണ്? സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ പങ്കാളിയാണോ സഖാഫി പറഞ്ഞതുപോലെ? അല്ല. ഇല്ലാ ശരീക്കൻ, ഒരു പങ്കാളി ഒഴികെ, ഹുവ, ആ പങ്കാളി ലക, നിന്റേതാണ്, നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ തംലികുഹു, ആ പങ്കാളിയെ ഉടമപ്പെടുത്തിയ ഉടമ നീയാണ്. വമാ മലക, പങ്കാളിക്ക് കിട്ടിയ എന്തെങ്കിലും ഉടമാവകാശങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെയും അല്ലാഹുവേ നീ കൊടുത്തതാണ്. നീ കൊടുത്ത കഴിവിന്റെ ബാക്കി കിട്ടിയിട്ടുള്ള, നിന്നിൽ നിന്ന് കഴിവാർജിച്ചിട്ടുള്ള, നിന്നിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നേടപ്പെട്ടിട്ടുള്ള ആ ശക്തിയെയാണ് ഞങ്ങൾ ശരീക്കായി സങ്കല്പിക്കുന്നത്. അത്തരത്തിലുള്ള ശരീക്കേ നിനക്കുള്ളൂ എന്ന് അറേബ്യയിലെ മുശ്രിക്കുകൾ വരെ തെൽബിയത്ത് ചൊല്ലിയിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ. അത് സഹീഹ് മുസ്ലിമിൽ ഇമാം നവവി സഹീഹ് മുസ്ലിമിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സംഭവം. അപ്പൊ നോക്കൂ സുഹൃത്തുക്കളെ, ഇവിടെ ആരാ അങ്ങനെ വിശ്വസിക്കുന്നവര്? ഇവരിപ്പോ പറയുന്നത് എല്ലാം കാണും എല്ലാം കേൾക്കും. ഔലിയാക്കന്മാര് എല്ലാം കാണും എല്ലാം കേൾക്കും. പിന്നെ എന്തേ വേണ്ടു? നമ്മൾ ഒരാളോട് ചോദിക്കാണ്, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഔലിയ എല്ലാം കാണുമോ? എല്ലാം കാണും. എല്ലാം കേൾക്കോ? എല്ലാം കേൾക്കും. എല്ലാം അറിയോ? എല്ലാം അറിയും. പിന്നെന്തേ അയാൾ അള്ളാഹ് എന്നിട്ട് വ്യത്യാസം എന്താ? അതല്ലേ മൗലവി നിങ്ങൾ പഠിക്കേണ്ടത്. അള്ളാഹുടെ കഴിവ് സ്വന്തമുള്ളതാണ്, ഔലിയാക്കന്മാർക്കൊക്കെ അള്ളാഹ് കൊടുത്തതാണ്. ഈ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയൊക്കെ കാണാം, ഒക്കെ എല്ലാം കേൾക്കും, എല്ലാം അറിയും. ആ ഒരാശയം ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രചരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കക്ഷികളുടെ പൊള്ളത്തരം മനസ്സിലാക്കാൻ നിങ്ങൾ നോക്കൂ. ഇവര് മാലമൗലീദുകളിലൊക്കെ പരിചയപ്പെടുത്തപ്പെടുന്ന ഔലിയാക്കന്മാരെക്കാളും ബീവിമാരെക്കാളുമൊക്കെ എത്രയോ 10 മടങ്ങ് പവറുള്ള, എത്രയോ 10 മടങ്ങ് മഹത്വമുള്ള അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, അല്ലാഹു അവരെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവര് അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് മഹത്വപ്പെടുത്തിയിട്ടുള്ള സഹാബാ കിറാം, ആ സഹാബിമാരുടെ പോലും ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ പോലും കേൾവി എങ്ങനെയായിരുന്നു? അവരുടെ കേൾവിക്ക് പരിധി ഉണ്ടായിരുന്നോ? ദൂരപരിധി ഉണ്ടായിരുന്നോ? സ്ഥലപരിധി ഉണ്ടായിരുന്നോ? മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നടന്ന ഒരു സംഭവം ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് പറയുന്നത്. ആർക്കെങ്കിലും തർക്കണ്ടോ? കറാമത്തിൽ വല്ല കുറവുള്ള ആളാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിയല്ലേ, ലോക മുസ്ലിമീങ്ങളുടെ ഉമ്മയല്ലേ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉമ്മയല്ലേ ആയിഷ റളിയല്ലാഹു അൻഹാ. ആ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ വസിയ സംഹുൽ അസ്വാത് لقد جاءت المجادلة إلى النبي صلى الله عليه وسلم تكلمه وأنا في ناحية البيت ما أسمع ما تقول فأنزل الله عز وجل قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു സംഭവം പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് അതാ ഒരു പരാതിക്കാരി വനിതാ സഹാബിക്കാരി വരുന്നു. റസൂലുള്ളാഹിയുടെ മജ്ലിസിലേക്ക്, വീട്ടിലേക്ക് ഒരു സഹാബാ വനിത കയറി വരികയാണ്. വന്നത് ഖൗലത്ത് റളിയല്ലാഹു അൻഹയാണ് എന്ന് മറ്റു വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്തുൽ മുജാദല എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആ മുജാദല സൂറത്തിന്റെ 1-ാമത്തെ ആയത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലമാണ് ഇവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ വിശദീകരിക്കുന്നത്. എന്താ സംഭവം എന്നറിയോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വന്തം ഭർത്താവിന്റെ കാര്യത്തിൽ പരാതി പറയാൻ വേണ്ടി ഖൗലത്ത് റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിയുടെ അരികിൽ വരികയാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഞാൻ അപ്പുറത്തുള്ള റൂമിലാണ്. അപ്പോഴാണ് ഇവർ വന്ന് റസൂലുള്ളാഹിനോട് ഈ വിഷയം പറഞ്ഞുകൊണ്ട് തർക്കിക്കുന്നത്. ഈ വിഷയം പറഞ്ഞുകൊണ്ട് അവർ ഈ പെണ്ണ് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം പരാതി പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ വസിഅ സമ്മുഹുൽ അസ്വാത്ത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ സംഭവത്തെക്കുറിച്ച് ആമുഖം പറയുന്നത് നോക്കൂ. അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദീ, അവൻ എങ്ങനത്തെ റബ്ബാണ്. വസിഅ സമ്മുഹുൽ അസ്വാത്ത്, സർവ ശബ്ദങ്ങളെയും കേൾക്കാൻ വിശാലമായ കേൾവിയുള്ളവനല്ലയോ റബ്ബ്. ഏത് ശബ്ദവും എത്ര പതുക്കെയാണെങ്കിലും ഉറക്കെയാണെങ്കിലും 1000 വട്ടം ഒരാളുകൾ അതുപോലെ തന്നെ ഒരേ പ്രദേശത്ത് വെച്ചിട്ടോ അല്ലാതെയോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോടാനുകോടി മനുഷ്യന്മാർ ആയിരക്കണക്കിന് ഭാഷകളിൽ കോടാനുകോടി ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരേ സമയം എന്റെ റബ്ബിനോട് ആവശ്യപ്പെട്ടാലും അതൊക്കെ വേറെ വേറെ കേട്ടുതിരിഞ്ഞ് മനസ്സിലാക്കി ഉത്തരം കൊടുക്കാൻ മാത്രം കേൾവി വിശാലമായ എന്റെ റബ്ബിനാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാഹില്ലദീ വസിഅ സമ്മുഹുൽ അസ്വാത്ത്. ലഖദ് ജാഅത്തിൽ മുജാദിലതു ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പരാതിക്കാരിയായ വനിത, ഈ സഹോദരി അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് വരുന്നു. തുകല്ലിമുഹു, റസൂലുള്ളാഹിനോട് സംസാരിക്കുന്നു. വ അന, ഇതെന്റെ സുഹൃത്തുക്കൾ അടിവരയിട്ടുകൊണ്ട് പഠിച്ചു വെച്ചോ. ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് പറയുന്നത്, വ അന ഫീ നാഹിയത്തിൽ ബൈതി, ഞാൻ വീട്ടിന്റെ ഒരു ഭാഗത്തുണ്ട്, വീട്ടിന്റെ കുറച്ചപ്പുറത്തായിട്ടൊരു മൂലയിൽ ഞാൻ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ പരാതിക്കാരിയായ സ്വഹാബ വനിത റസൂലുള്ളാഹിനോട് എന്താണ് സംസാരിക്കുന്നതെന്ന് മാ അസ്മഉ മാ തഖൂൽ, ആ സഹോദരി പറയുന്നതെന്തെന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. ഞാനത് കേൾക്കാതെയാണ് ഇരുന്നത്, എനിക്കത് കേൾക്കാൻ പറ്റിയില്ല. എന്താ അവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ആയിഷ ബീവിയല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയല്ലേ, മുഅ്മിനീങ്ങളുടെ ഉമ്മയല്ലേ, തർക്കണ്ടോ ആർക്കെങ്കിലും? ആ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഏതാനും വാരയപ്പുറത്ത് കാണുന്ന ദൂരത്തിരിക്കുമ്പോൾ പോലും അല്ലാഹുവിന്റെ റസൂലിനോട് വന്നുകൊണ്ട് മറ്റൊരു സഹോദരി വന്നുകൊണ്ട് പരാതി പറയുമ്പോ എന്താണ് അവർ സംസാരിച്ചതെന്ന് എനിക്ക് കേൾക്കാൻ, ഈ തൊട്ടപ്പുറത്തുള്ള എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. അതേ അവസരത്തിൽ അതാ റബ്ബുൽ ആലമീൻ ആയത്തിറക്കിയല്ലോ. ആയിഷ ബീവി പറയുകയാണ്, അതേ അവസരത്തിൽ അതാ അല്ലാഹു ആയത്തിറക്കുന്നു, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. ഇവിടെ പ്രത്യേകം പഠിച്ചു വെച്ചോ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഈ സംഭവത്തിലതാ ഇതിനെക്കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്താണെന്നോ, ഖദ് സമിഅ അല്ലാഹ്, അല്ല കേട്ടിരിക്കുന്നു, അല്ലാഹു കേട്ടിരിക്കുന്നു. ഖൗലല്ലതീ തുജാദിലുക, ഓ നബിയേ, നിങ്ങളോട് തർക്കിക്കാൻ വന്ന സഹോദരിയുടെ വാക്ക് അല്ല കേട്ടിരിക്കുന്നു. ഫീ സൗജിഹാ, അവളുടെ ഭർത്താവിന്റെ വിഷയത്തിൽ നിങ്ങളോട് തർക്കം നടത്തിയ ആ സഹോദരിയുടെ വാക്ക് അല്ലാഹു കേട്ടിരിക്കുന്നു. എന്തേക്ക് മനസ്സിലായി? ആയിഷ റളിയല്ലാഹു തആല അൻഹ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട്, ഞാൻ കേട്ടില്ല. പക്ഷേ അതിനെ സംബന്ധിച്ച് ഏഴാകാശത്തിന്റെയും അപ്പുറത്തുള്ള പടച്ചതമ്പുരാൻ എന്താ ആയത്തിറക്കിയത്? ലഖദ് സമിഅ അല്ലാഹ്, അല്ല കേട്ടിരിക്കുന്നു, അല്ലാഹു കേട്ടിരിക്കുന്നു. ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹ്, അല്ലാഹുവിനോട് അവൾ പരാതി ബോധിപ്പിക്കുന്നു. വല്ലാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങളുടെ രണ്ടാളുടെയും സംഭാഷണം അല്ലാഹു കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം എന്തെന്നല്ലേ? പടച്ചവൻ ആയിഷ ബീവിക്കത് കേൾക്കാൻ കഴിഞ്ഞില്ല. കാരണം ദൂരപരിധിയുണ്ട്. സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തി സംസാരിച്ചാൽ അത് കഴിയുന്നില്ല. അതേ അവസരത്തിൽ റബ്ബ് എങ്ങനെ കേട്ടു? റബ്ബ് ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി? അതല്ലേ ഉടനെ അല്ലാഹു പറയുന്നത്, വല്ലാഹു യസ്മഉ തഹാവുറകുമാ, കാരണം ഇന്നല്ലാഹ സമീഉൻ ബസീർ, അല്ലാഹു എല്ലാം കേൾക്കുന്നവനാകുന്നു, അല്ലാഹു എല്ലാം കാണുന്നവനാകുന്നു. ഒരു സൃഷ്ടിക്കും അതിന് കഴിയൂല, ഒരു സൃഷ്ടിക്കും അതിന് കഴിയൂല. ആയിഷ റളിയല്ലാഹു തആല അൻഹയേക്കാൾ വലിയൊരു ബീവി ഉണ്ടോ? ഒന്ന് ഔലിയ ആയിഷ റളിയല്ലാഹു തആല അൻഹയേക്കാൾ കറാമത്തുള്ള ഒരു വനിത ലോകത്ത് വേറുണ്ടോ? ആയിഷ ബീവിയേക്കാൾ ഏതെങ്കിലും ഒരാൾ മരിച്ചുപോയവരിൽ ഇക്കാലഘട്ടത്തിൽ മാലകളിലും മൗലീദുകളിലും പരിചയപ്പെടുത്തുന്ന ആരെയാണ് നിങ്ങൾ താരതമ്യപ്പെടുത്തുന്നത്? മുനമ്പത്ത് ബീവിനെ.
മനുമത്തി ബീവിനെ ആയിഷ ബീവിയോട് താരതമ്യപ്പെടുത്തുന്നത്? നഫീസത്ത് ബീവിയാണോ താരതമ്യപ്പെടുത്തുന്നത്? ഒരിക്കലും സഹാബത്തിന്റെ പവറിലേക്ക് എത്തുന്ന ഒരൊറ്റ വനിതയും ഇല്ല. സഹാബിമാരാണവർ. സഹാബ സ്ത്രീകളുടെ ആ ഒരു മർത്തബയിലേക്ക്, ദർജയിലേക്ക്, സ്ഥാനത്തേക്ക് എത്തുന്ന ഒരൊറ്റ പെണ്ണും പിൽക്കാലത്ത് വരാനില്ല, വരികയുമില്ല. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അള്ളാഹു പൊരുത്തപ്പെട്ടവരാണവർ. റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി അള്ളാഹു പൊരുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നബി തിരുമേനിയോട് ആ സ്ത്രീ വന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഞാൻ ഇരുന്നിട്ട് എനിക്കത് കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതേ അവസരത്തിൽ അള്ളാഹ് അത് പരാതി സ്വീകരിച്ചില്ലേ? അള്ളാഹു അത് കേട്ടില്ലേ? കാരണം എന്താ? ഇന്നല്ലാഹ സമീഉൻ ബസീർ. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാകുന്നു. മനസ്സിലാക്കിക്കൂടെ? എന്നിട്ടാ പറയുന്നത്, എല്ലാം കേൾക്കും ഔലിയാക്കന്മാർ, എല്ലാം കാണുന്നവർ, ജീവിച്ചിരിക്കുമ്പവരെ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പിന്നെ മരിച്ചുപോയാൽ ഇവർക്ക് കേൾക്കാൻ കഴിയുമെന്നുള്ളതിന് എന്താണ് തെളിവ്? ജീവിച്ചിരിക്കുമ്പോൾ കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ശബ്ദം താഴ്ത്തി സംസാരിച്ചതിന്റെ പേരിൽ അപ്പുറത്തുള്ള ബീവിക്ക് ജീവിച്ചിരിക്കുമ്പോൾ കേൾക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, പിന്നെ മരിച്ചാൽ ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്ന് ആര് എപ്പോൾ എന്ത് കാര്യത്തിന് വിളിച്ചാലും സ്ഥലകാല ശബ്ദ വ്യത്യാസമില്ലാതെ എല്ലാം കാണാനും കേൾക്കാനും അവർക്ക് കഴിയും എന്നെങ്ങനെയാണ് സുഹൃത്തുക്കളെ ഒരു മുസ്ലിമിന് വിശ്വസിക്കാനാവുക? അങ്ങനെ വിശ്വസിക്കാൻ പാടുണ്ടോ? ഇല്ല. ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ഇത് നിങ്ങൾ നോക്കൂ, പടച്ചവൻ അവനെ പരിചയപ്പെടുത്തുന്നു. നിങ്ങൾ നോക്കൂ, അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ ഫകുന്നാ ഇദാ അലൗനാ കബ്ബർനാ ഫഖാല ഇർബഉ വലാ അൻഫുസികും ഫഇന്നകും ലാ തദ്ഊന അസമ്മ വലാ ഗായിബാ തദ്ഊന സമീഅൻ ബസീറൻ ഖരീബാ. ഞങ്ങളൊരിക്കൽ റസൂലുള്ളാഹിയുടെ കൂടെ ഒരു യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുന്നുകൾ കയറുമ്പോഴും വലിയ കയറ്റത്തിലെത്തുമ്പോഴൊക്കെ ഞങ്ങൾ ഉറക്കങ്ങനെ തക്ബീർ ചൊല്ലും. ഉച്ചത്തിൽ ഞങ്ങൾ ഇങ്ങനെ തക്ബീർ ചൊല്ലുകയും അതുപോലെ തന്നെ ഉച്ചത്തിൽ ഇങ്ങനെ ശബ്ദമുയർത്തിക്കൊണ്ട് ഞങ്ങൾ പല ദിക്റുകളും ചൊല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറയുന്നു, ഇർബഉ വലാ അൻഫുസികും, ശാന്തരായി സംസാരിക്കുവീൻ, നിങ്ങളൊന്ന് മിതത്വം പാലിക്കുവീൻ സഹാബിമാരെ. ഫഇന്നകും ലാ തദ്ഊന, തീർച്ചയായും നിങ്ങൾ വിളിക്കുന്നില്ല, അസമ്മ വലാ ഗായിബാ, ചെവി കേൾക്കാത്ത ചെകിട് പൊട്ടനെയോ ബധിരനെയോ മൂകനെയോ സ്ഥലത്തില്ലാത്തവനെയോ ഒന്നുമല്ല നിങ്ങൾ വിളിക്കുന്നത്. തദ്ഊന സമീഅൻ ബസീറൻ ഖരീബാ, എല്ലാം കേൾക്കാൻ കഴിവുള്ള, നിങ്ങൾ പതുക്കെ സംസാരിച്ചാലും ഉറക്കെ സംസാരിച്ചാലും അടുത്ത് നിന്ന് വിളിച്ചാലും അകലെ നിന്ന് വിളിച്ചാലും രാത്രി വിളിച്ചാലും പകല് വിളിച്ചാലും വാനലോകത്ത് വെച്ച് വിളിച്ചാലും സമുദ്രാന്തർഭാഗത്ത് വെച്ച് വിളിച്ചാലും എവിടെ വെച്ച് വിളിച്ചാലും കേൾക്കുന്ന സമീആയ ബസീറായ ഖരീബായ അല്ലാഹുവിനെയാകുന്നു നിങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ടൊന്നും മിതമായി ശബ്ദമുയർത്തിയാൽ മതി. നിങ്ങൾ എന്തിനിങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് വിളിക്കുന്നു എന്ന് ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി. ഇതാണ് ഇസ്ലാമിന്റെ അഖീദ. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ അടുക്കേ അകലെ എന്ന വ്യത്യാസമില്ല. ദൂരപരിധി അവന് പ്രശ്നമല്ല. എല്ലാം അവൻ കാണും, എല്ലാം കേൾക്കും. മനുഷ്യന്റെ കേൾവിയുടെ ദൗർബല്യങ്ങൾ എത്രത്തോളം എത്രത്തോളം ദുർബലനാണ് മനുഷ്യൻ. മനുഷ്യന്റെ കേൾവിക്ക് ഒരുപാട് പരിധിയില്ലേ? ഇമാം അബൂ ഖാസിമുൽ അസ്ബഹാനി അദ്ദേഹം പറയുന്നു, ഖുലിഖൽ ഇൻസാനു സഗീറ, മനുഷ്യൻ ചെറിയ പ്രായത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അന്നവൻ ലാ യസ്മഉ, ഒന്നും കേൾക്കാൻ കഴിയില്ലായിരുന്നു. ഇനി ഫൈൻ സമിയ ലാ യഖിലു മാ യസ്മഉ, ചെറിയൊരു കുട്ടിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും എന്താണ് കുട്ടി കേട്ടത് എന്ന കുട്ടിക്ക് ഗ്രഹിക്കാൻ സാധ്യമല്ല. ഇനി ഫഇദാ ഖല മയ്യസ ബൈനൽ മസ്മൂആതി ഫഅജാബ അനിൽ അൽഫാദി ബിമാ യസ്തഹിഖു വമയ്യസൽ കലാമൽ മുസ്തഹ്സിന മിനൽ മുസ്തഖ്ബഹ്, ചീത്തയായ സംസാരവേദി നല്ലതേത് എന്നൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ തന്നെ അവൻ ഒരുപാട് സമയം പിടിക്കും. അതുപോലെ തന്നെ ഇനി അവൻ പലതും കേട്ടാൽ തന്നെയും അവന്റെ കേൾവിക്ക് ചില പരിധികളുണ്ട്. ആ പരിധി അങ്ങ് ഇദാ ജാവസഹു, ആ പരിധി അങ്ങ് വിട്ടുകടന്നാലോ ലം യസ്മഅ, അവനൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. സുമ്മ ഇൻ കല്ലമഹു, പിന്നെ മനുഷ്യന്റെ ഒരു പോരായ്മ കേട്ടോളൂ. സുമ്മ ഇൻ കല്ലമഹു, നീ ആ മനുഷ്യനോട് സംസാരിച്ചാൽ, സുമ്മ ഇൻ കല്ലമഹു, ആ മനുഷ്യനോട് സംസാരിച്ചാൽ, ആര് ജമാഅത്തുൻ, ഒരു സംഘം വ്യക്തികൾ മനുഷ്യനോട് സംസാരിച്ചാൽ, ഫീ വഖത്തിൻ വാഹിദിൻ, ഒരേ സമയത്തൊരു 10 ആള് നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ, എന്തിനാ 10 ആള്, 2 ആളൊപ്പം ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ തന്നെ അജസ അനിസ്തിമാഇ കലാമിഹിം, അവരുടെ സംസാരം കേൾക്കാൻ മനുഷ്യൻ അശക്തനല്ലയോ?
വഅൻ ഇദ്റാകി ജവാബിഹിം, അവർക്ക് ഉത്തരം കൊടുക്കാൻ അവന് കഴിയുമോ? അതേ അവസരത്തിൽ വല്ലാഹു അസ്സ വജല്ല സമീഉ, അല്ലാഹു അവനെല്ലാം കേൾക്കുന്നവനാണ്. ലിദുആഇൽ ഖൽഖി, സർവ്വ പടപ്പുകളുടെയും വിളി അവൻ കേൾക്കുന്നവനാണ്. വഅൽഫാദിഹിം, ഓരോരുത്തരും റബ്ബിനോട് ചോദിച്ച ലഫ്ള് വരെ വേർതിരിച്ച് അല്ലാഹുവിനറിയാം. എപ്പോ? ഇൻദ തഫർറുഖിഹിം, അവര് പല സ്ഥലത്ത് നിന്ന് വിളിച്ചാലും, വജ്തിമാഇഹിം, ഒരേ സ്ഥലത്ത് വെച്ച് വിളിച്ചാലും, മഖ്തിലാഫി അൽസിനതിഹിം വലുഗാതിഹിം, അവരുടെ ഭാഷയും ശൈലിയും ഒക്കെ എത്ര തന്നെ ഭിന്നമായിരുന്നാലും എല്ലാം അല്ലാഹു അത് കാണുന്നു, എല്ലാം അല്ലാഹു അത് വേർതിരിച്ച് തന്നെ കേൾക്കുന്നു. യഅലമു മാ ഫീ ഖൽബിൽ ഖായിലി, അല്ലാഹു വിളിക്കുന്നവന്റെ ഖൽബിലുള്ള കാര്യം വരെ അവൻ അറിയുന്നു. ഖബല അൻ യഖൂല, ഞാനത് പറയുന്നതിന്റെ മുമ്പേ എന്റെ മനസ്സിന്റെ ആഗ്രഹം എന്തെന്ന് എന്റെ റബ്ബ് അറിഞ്ഞുപോയി. വൽ മഖ്ലൂഖ്, അതേ അവസരത്തിൽ ചിന്തിച്ചു നോക്കൂ. ഖബല അൻ യഖൂല, അവൻ പറയുന്നതിന്റെ മുമ്പേ അല്ലാഹു അറിഞ്ഞുപോയി. വയഅ്ജിസുൽ ഖായിൽ അൻ തഅബീരി അൻ മുറാദിഹി ഫയഅലമുല്ലാഹു ഫയുഅതീഹി അല്ലദീ ഫീ ഖൽബിഹി, മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അത് പറയാൻ അവന്റെ നാവ് കൊണ്ട് കഴിയുന്നില്ലെന്ന് വിചാരിച്ചു നോക്കൂ. ആ സന്ദർഭത്തിൽ പോലും മനസ്സിലെ വികാരങ്ങൾ വരെ അറിഞ്ഞുകൊണ്ട് ഉത്തരം നൽകുന്നവനല്ലയോ റബ്ബ്. അതേ അവസരത്തിൽ വൽ മഖ്ലൂഖ്, മഖ്ലൂഖായ സൃഷ്ടിയായ ഒരു വസ്തുവിന്, സൃഷ്ടിയായ ഒരു പടപ്പായ ഏതൊരാൾക്കും യസൂലു അൻഹു സമഉ ബിൽ മൗതി, മരണത്തോടുകൂടി അവന്റെ കേൾവി അങ്ങ് നീങ്ങിപ്പോകുന്നു. വല്ലാഹു തആല ലം യസൽ വലാ യസാലു, അല്ലാഹു ആകട്ടെ അവൻ എന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നവനാണ്, അവരെന്നും ഉള്ളവനുമാണ്. എല്ലാവരും നശിച്ചു പോയാലും റബ്ബല്ലയോ ബാക്കിയുള്ളവൻ. അതുകൊണ്ട് അവന്റെ കേൾവിക്കൊരു പരിധിയില്ല, അവന്റെ കേൾവിക്കോ കാഴ്ചക്കോ യാതൊരു നിലക്കുമുള്ള പരിമിതികളും ഇല്ല. ഇതാ മുസ്ലിമിന്റെ വിശ്വാസം. ഇത് അള്ളാഹിനെ കുറിച്ച് മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. വേറൊരാളെ കുറിച്ച് അങ്ങനെ വിശ്വസിക്കാനേ പാടില്ല. പടച്ചതമ്പുരാൻ സ്വകാര്യ പരസ്യ എല്ലാം അവനറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, ഈ തെറ്റുകളൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരില്ലേ, പരസ്യമായിട്ട് തെറ്റ് ചെയ്യാൻ മടിക്കുന്ന കക്ഷികൾ, സ്വകാര്യമായി പലപ്പോഴും അവർ പലതും പറയുന്നു, ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. അല്ലാഹു അവരോട് ചോദിക്കുന്നു, അം യഹ്സബൂൻ അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും ബലാ അം യഹ്സബൂന, അവർ വിചാരിക്കുന്നുവോ, അവർ കണക്ക് കൂട്ടുന്നുവോ, അന്നാ നിശ്ചയമായും നാം ലാ നസ്മഉ സിർറഹും വനജ്വാഹും, അവരുടെ സ്വകാര്യങ്ങളും അവരുടെ ഗൂഢാലോചനയുമൊന്നും ഞാൻ കേൾക്കുന്നില്ലെന്നാണോ അവർ ധരിച്ചിട്ടുള്ളത്? അങ്ങനെ വേണ്ട. അല്ലാഹു ഒരു കാര്യത്തെ സംബന്ധിച്ചും അശ്രദ്ധനല്ല. അവനെല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാം അവൻ അറിയുന്നു. ഈ ഒരു വിശ്വാസമാണ് മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ അള്ളാഹിനോടൊരു കാര്യമാണ് പറയാണ് ധൈര്യത്തോടുകൂടി. എന്താ കാരണം? റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചവനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഈ പ്രാർത്ഥന ശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ വിശദീകരിക്കുകയാണ്. എന്തേ റബ്ബിനോട് അവർ പറയാൻ കാരണം? ഉടനെ അവർ അള്ളാഹിനോട് പറയാണ്. ഈ രണ്ട് വിശേഷണങ്ങൾ എടുത്തു പറയാണ് അവസാനം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനാണ്, നീ എല്ലാം അറിയുന്നവനാണ്. അപ്പോ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റത്തിന് വിധേയമാക്കേണ്ടുന്ന ഒരാശയമാണിത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. അതാണ് പടച്ചതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം അവന് അടുക്കേ അകലെ എന്നൊരു വ്യത്യാസമേ കേൾവിക്കില്ല. ഇനി അതേപോലെ തന്നെയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിശേഷണമായ ബസീർ, അവനെല്ലാം കാണുന്നവനാണ്, എല്ലാം കാണും. ഔലിയാക്കന്മാരും എല്ലാം കാണും, എല്ലാം കാണും, എല്ലാം കാണും. എപ്പോ ഈ സദസ്സ് കാണുന്നില്ലേ? എന്താ ഓരോരുത്തര് നബിദിനത്തിന്റെ മജ്‌ലിസിൽ വെച്ചിട്ട് റസൂലുള്ളാഹിനോട് പറയാ, നബിയേ ഇതാ അങ്ങ് ഞങ്ങളെ കാണുന്നില്ലേ, ഞങ്ങളെ വിഷമങ്ങൾ അറിയുന്നില്ലേ, ഞങ്ങളെ സഹായിക്കുന്നില്ലേ, ഞങ്ങളെ വെറുതെ മടക്കല്ലേ നബിയേ എന്ന് കരഞ്ഞുകൊണ്ട് ഓരോ സഖാഫിമാരിങ്ങനെ വളരെ അട്ടഹസിക്കുമ്പോ പാവങ്ങളായ സാധുക്കളായ മനുഷ്യന്മാർ ഇതന്നെ ദീനി വിചാരിച്ചു ആമീ ആമീ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കണം, പടച്ചതമ്പുരാന്റെ കേൾവി, പടച്ചതമ്പുരാന്റെ കാഴ്ച, അതിനോട് തുല്യമാകുന്ന നിലക്ക് ഒരു കാഴ്ചയും കേൾവിയുമുള്ളവർ ലോകത്തില്ല സുഹൃത്തുക്കളെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം പ്രത്യേകതയാണത്. ബസീറായ അല്ലാഹു അവനെല്ലാം കാണുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹു ബസീറും ബിമാ യഅമലൂന, ഒരു പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തികളെ സംബന്ധിച്ചും അല്ലാഹു കാണുന്നുണ്ട്. ഏത് കാര്യവും ലാ യഖ്ഫാ അലൈഹി ശൈഉം മിൻ അഅമാലിഹിം,
മനുഷ്യന്മാരുടെ അമലുകളിൽ നിന്ന് യാതൊന്നും തന്നെ അവനിൽ നിന്ന് ഗോപ്യമാവുകയില്ല. ബൽ ഹുവ ബിജമീഇഹാ മുഹീത്തുൻ, എല്ലാം അവൻ കൃത്യമായി അറിയുന്നുണ്ട്. ഇബ്നു ജരീർ അത്ത്-തബരി അല്ലാഹു ബസീറും ബിമാ യഅമലൂന എന്ന ആയത്തിന്റെ ശകലം വിശദീകരിക്കുന്നിടത്ത് രേഖപ്പെടുത്തുന്നു. സൂറത്തുൽ ബഖറയുടെ 96-ാമത്തെ വചനത്തിന്റെ അവസാന ഭാഗത്ത് വല്ലാഹു ബസീറും ബിമാ യഅമലൂന, അല്ലാഹു അവർ പ്രവർത്തിക്കുന്ന പ്രവൃത്തികളെ സംബന്ധിച്ചൊക്കെ വ്യക്തമായി കാണുന്നവനാണ് എന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇബ്നു ജരീർ അത്ത്-തബരി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു വല്ലാഹു ദൂ ബിസയൂദു ഇബ്സാരിൻ ബിമാ യഅമലൂന ലാ യഖ്ഫാ അലൈഹി ശൈഉൻ മിൻ അഅമാലിഹിം ബൽ ഹുവ ബിജമീഇഹാ മുഹീത്തുൻ വലഹാ ഹാഫിളുൻ ദാകിറുൻ ഹത്താ യുദീഖഹും ബിഹൽ അദാബു ജസാഅഹാ. കൃത്യമായി അല്ലാഹു എല്ലാം കാണുന്നു, എല്ലാം അവൻ മനസ്സിലാക്കുന്നു, എല്ലാം അവന് ഓർമ്മയുണ്ട്, അവൻ മറന്നു പോകുന്നവനല്ല. അങ്ങനെ മനുഷ്യൻ ചെയ്തിട്ടുള്ള ചെയ്തികളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് തക്കതായ ശിക്ഷയും അല്ലാഹുവിന് അതിലൂടെ നൽകാൻ സാധിക്കുന്നു. ഒന്നും അല്ലാഹുവിൽ നിന്ന് മറഞ്ഞു പോകുന്നില്ല. അല്ലാഹു ബസീറും ബിൽ ഇബാദ്, അല്ലാഹു അവന്റെ അടിമകളെ ശരിക്കും കാണുന്നവനാണ്. അല്ലാഹു ബസീറും ബിൽ ഇബാദ് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലദീ യുബ്സിറു കുല്ല ശൈഇൻ, അൽ ബസീർ എന്നതിന്റെ വിശദീകരണ മധ്യേ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു അല്ലദീ യുബ്സിറു കുല്ല ശൈഇൻ, എല്ലാം അല്ലാഹു കാണുന്നുണ്ട് കേട്ടോ. വഇൻ റഖ്ഖ വസഗറ, എത്ര നിസ്സാരമായ സംഗതിയാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും ഫയുബ്സിറു, എത്രത്തോളം ഫയുബ്സിറു ദബീബൻ നംലത്തി സൗദാ, ഒരു കറുത്ത കട്ടുറുമ്പിന്റെ ചലനം വരെ അവൻ കാണുന്നുണ്ട്. ഫിൽ ലൈലത്തിൽ അൽമാ, ഏറ്റവും കൂരിരുട്ടുള്ള ഒരു രാത്രിയിൽ അലസ്സഹറത്തി സമ്മാ, ഏറ്റവും കറുത്ത ഒരു കരിമ്പാറക്കെട്ടിനിടയിലൂടെ ഒരു കറുത്ത കട്ടുറുമ്പിങ്ങനെ കൂരിരുട്ടത്ത് ഇഴഞ്ഞഴഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു കാണുന്നുണ്ട് കേട്ടോ. വയുബ്സിറു മാ തഹ്തൽ അർദീന സബഇ, 7 ഭൂമിക്കുമടിയിൽ നടക്കുന്നതെന്ത് എന്നവൻ കാണുന്നുണ്ട് കേട്ടോ. കമാ യുബ്സിറു മാ ഫൗഖസ് സമാവാതി സബഇ, 7 ആകാശങ്ങൾക്ക് മുകളിൽ ലോകത്ത് എന്ത് നടക്കുന്നു എന്നവൻ കാണും പോലെ 7 ഭൂമിയുമുണ്ടല്ലോ, ആ 7 ഭൂമിക്കടിയിലും എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് അല്ലാഹു കാണുന്നു. അതാണ് കവി ആ അർത്ഥമാണ് ഈ വിശദീകരിച്ചത്. വഹുവൽ ബസീറു യറാ ദബീബൻ നംലതി സൗദാഇ തഹ്ത الصخരി വസ്സവാനി വയറാ മജാരിൽ ഖൂതി ഫീ അഹ്ദാഇഹാ വയറാ ഉറൂഖ ബയാദിഹാ ബിഇയാനി, മാത്രമല്ല വയറാ ഖിയാനാത്തിൽ ഉയൂനി ബിലഹ്ദിഹാ വയറാ കദാക തഖല്ലുബ കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളെ സെക്കൻഡിൽ തന്നെ അല്ലാഹു പിടികൂടുന്നുണ്ട്. ഞാനൊന്നറിയാതെ എങ്ങോട്ടെങ്കിലും എന്റെ കണ്ണൊന്ന് വഞ്ചനാ നോട്ടം നോക്കിയാൽ ലോകത്തൊരു സൃഷ്ടിക്കും അത് മനസ്സിലാക്കാൻ സാധ്യമാകുന്നതിന്റെ മുമ്പേ ഖാലിഖായ റബ്ബത് മനസ്സിലാക്കിപ്പോയി. വയറാ കദാക തഖല്ലുബൽ അജ്ഫാനി, നിന്റെ കൺപോളയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ടെങ്കിൽ, നിന്റെ കൺപോളയൊന്ന് താഴോട്ടും മേലോട്ടും ചലിക്കുന്നുണ്ടെങ്കിൽ അതുവരെ നിന്റെ റബ്ബ് കാണുന്നുണ്ട്. നിന്റെ റബ്ബിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞുകൊണ്ട് ഒന്ന് ചലിക്കാനോ ഒന്ന് ശ്വാസം വിടാനോ നിന്റെ കണ്ണിമയൊന്ന് വെട്ടിമിഴിക്കാനോ നിനക്ക് സാധ്യമല്ല. അത്രയും അല്ലാഹു ബസീറും ബിൽ ഇബാദ്, അവന്റെ അടിമകളുടെ കാര്യത്തിൽ നന്നായി വീക്ഷിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നവനാകുന്നു. എല്ലാം കേൾക്കുന്നു, എല്ലാം കാണുന്നു. ഈ വിശ്വാസമുള്ളവന് സുഹൃത്തെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഇങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനൊരു തെറ്റ് ചെയ്യുമ്പോ ഭയം ഉണ്ടാവില്ലേ? അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ല കാണുന്നു, കേൾക്കുന്ന, അറിയുന്നു എന്ന് വരുമ്പോ ഞാൻ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ പോലും ഞാൻ ഒറ്റക്കല്ല, വലാകിൻ ഖുൽ അലയ്യ റഖീബു, എന്റെ മേൽ നിരീക്ഷകനായിട്ട് റബ്ബുണ്ടെന്ന ധാരണയുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ ഉതകുന്ന നാമങ്ങളാണിത്. അള്ളാഹിനെ പറ്റി സമീഅനാണ് മനസ്സിലാക്കിയാൽ, അള്ളാഹ് ബസീറാണെന്ന് ശരിക്കാണ് അറിഞ്ഞാൽ, അള്ളാഹ് അലീമാണെന്ന് ശരിക്കുമാണ് പഠിച്ചാൽ, തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഉടനെ ഒരു ഞെട്ടലുണ്ടാകും, ഉടനെ ഒരു തിരിച്ചുവരവിന് കളമൊരുങ്ങും. അതേ അവസരത്തിൽ എല്ലാം കാണുന്നവര് മറ്റുള്ളവരുണ്ട്, എല്ലാം കേൾക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണും പോലെ കാണും.
എന്താ പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ അടിമ എന്നോട് അടുത്ത് കഴിഞ്ഞാൽ മസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ അകൂന യദം ഹത്താ അകൂന ലഹു യദം വൽ അർജുല. എന്റെ അടിമ എന്നിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വന്നാൽ ഞാൻ അവന്റെ കൈയാകും, കണ്ണാകും, കാതാകും, അവന്റെ കാലാകും എന്ന് ഹദീസിലുണ്ട്. അതിനാണ് ദുർവ്യാഖ്യാനിച്ചിട്ട് പറയണത്, അള്ളാഹിനോട് ഒരാളാണ് അടുത്ത് കഴിഞ്ഞാൽ അള്ളാഹുടെ കണ്ണാകും എന്ന് പറഞ്ഞാൽ അള്ളാഹ് കാണും പോലെ കാണും, അള്ളാഹ് കേൾക്കും പോലെ കേൾക്കും, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പവർ ഇങ്ങ് കിട്ടും. പക്ഷെ അള്ളാഹ് കൊടുത്തതാകുള്ള ഒരു പ്രത്യേകതയുള്ളൂ, അള്ളാഹുടേതൊക്കെ സ്വന്തമാണ്, ഇങ്ങേപ്പുറത്തൊക്കെ കിട്ടിയതാണ്, വേറെ എല്ലാം തുല്യാണ്. ഈ ഒരു വിശ്വാസത്തിലേക്കാണ് സമുദായത്തെ കൊണ്ടുപോകുന്നത് സുഹൃത്തുക്കളെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മാത്രമേ നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റൂ. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പോലും എല്ലാം കാണുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധ്യമാണോ? ഇന്നും പലരും അന്ധവിശ്വാസികൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ കിടന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ശബ്ദങ്ങളും അവിടുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അമലുകളും അല്ലാഹുവിന്റെ റസൂൽ കാണുകയാണ്. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. എങ്കിൽ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് നടന്നു തന്നെ സംഭവങ്ങൾ ചിലതൊക്കെ നമ്മളത് മനസ്സിലാക്കണ്ടേ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അല്ലാഹു ഏറെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരല്ലയോ നമ്മൾ? ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത നിഅമത്ത് കിട്ടിയ വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിനോട് അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയേ നിങ്ങൾക്ക് നാം ധാരാളം തന്നിട്ടില്ലയോ? അതിൽപ്പെട്ടതാണ് നാളെ പരലോകത്ത് തേനിനേക്കാൾ മധുരമുള്ളതും പാലിനേക്കാൾ വെളുപ്പാർന്നതും കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതവുമായ ഒരു ജലം, ഒരു തടാകം, ഹൗലുൽ കൗസർ. അതിന്റെ ഉത്തരവാദിത്വം അല്ലാഹു നാളെ പരലോകത്ത് ഏൽപ്പിക്കുന്നത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിയുടെ കയ്യിലായിലെ കോപ്പ, അന ഫറത്തുക്കും അലൽ ഹൗദ്, ഞാൻ മുമ്പേ അവിടെ പോയി സ്ഥാനം പിടിക്കുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഞാൻ നിങ്ങൾ എത്തുന്നതിന്റെ മുമ്പേ ഞാൻ അവിടെ ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ നാളെ മഹ്ശറിൽ ആ ഹൗലുൽ കൗസറിന്റെ ഓരത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആരതിലൂടെ നടന്നുപോയാലും അതിൽ നിന്ന് ഒരിക്കൽ കുടിച്ചാൽ പിന്നെ ലം യൽമ അബദാ, ഒരു കാലത്തും പിന്നെ മനുഷ്യന് ദാഹം ഇല്ല. അത്രത്തോളം മഹത്വമുള്ള ആ ജലം മുക്കിക്കൊടുക്കാൻ റസൂലുള്ളാഹിക്കാണ് ഓർഡർ ഉള്ളത്. അങ്ങനെ ഓരോ ആൾക്കാർ വരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുടിക്കുന്നു. പടച്ചതമ്പുരാൻ നമുക്കൊക്കെ റസൂലുള്ളാഹിയുടെ കയ്യിൽ നിന്ന് ആ മഹത്വമേറിയ പുണ്യജലം വാങ്ങിക്കുടിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അങ്ങനെ റസൂൽ ഇങ്ങനെ വിതരണം ചെയ്യുന്നു. അതേ അവസരത്തിൽ ചില കക്ഷികൾ ഇങ്ങനെ ഓടി അടുത്തേക്ക് വരുന്നു റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക്. വെള്ളം എന്ന് പറഞ്ഞ് ദാഹിച്ചുകൊണ്ട് വരികയാണ്. ആ അവസരത്തിൽ പുന്നാര റസൂൽ അവർക്കും മുക്കിക്കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഉടനെ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് സ്റ്റേ ഓർഡർ. കൊടുക്കാൻ പാടില്ല നബിയെ, അവർക്ക് കൊടുത്തൂടെ നബിയെ. അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഉസൈഹാബി, എന്റെ കുഞ്ഞനുയായികളല്ലേ അവർ, എന്റെ ഉമ്മത്തിലെ മെമ്പർമാരല്ലേ അവർ, ഞാൻ അവർക്ക് കൊടുത്തോട്ടെ റബ്ബേ എന്ന് ചോദിക്കുമ്പോ പടച്ചതമ്പുരാൻ പറയുന്നു, ഓ നബിയേ, ഇന്നക ലാ തദ്രീ മാ ഹദസു ബഅദക, താങ്കളുടെ കാലശേഷം താങ്കൾ പൂർത്തിയാക്കി പഠിപ്പിച്ചു പോന്ന ദീനുൽ ഇസ്ലാമിൽ നിങ്ങളുടെ കാലശേഷം പുതിയ സമ്പ്രദായങ്ങൾ ഉണ്ടാക്കിയ കക്ഷികളാണിവര്. അതുകൊണ്ട് അവർക്ക് കൊടുക്കരുത് നബിയേ, നിങ്ങളുടെ കയ്യിൽ നിന്ന് കുടിക്കാൻ അവർ യോഗ്യരല്ല നബിയേ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എങ്കിൽ സുഹഖൻ സുഹഖാ, പിറകോട്ട് മാറിപ്പോയിക്കോ, നിങ്ങളെ എനിക്ക് കാണണ്ട, എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് വഴിമാറിപ്പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കക്ഷികളെ അല്ലാഹുവിന്റെ റസൂൽ ആട്ടിയോടിക്കുമെന്ന് സ്വഹീഹായ ഹദീസിൽ കാണുന്നു. ഞാൻ എന്തിനാ സുഹൃത്തുക്കളെ ഈ സംഭവം കേൾപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇപ്പോഴും കാണുകയാണ്, കേൾക്കുകയാണ്, അറിയുകയാണ് ഒന്നൊഴിയാതെ എന്ന് വന്നാൽ നാളെ പരലോകത്ത് ഈ കക്ഷികളെ എന്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലാകാതെ പോയി? റസൂലിനോട് അല്ലാഹു പറയുന്നത് എന്താണ്? ഇവർ ചെയ്ത ചെയ്തികളൊന്നും നബിയെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല, നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. ഇവർ ചെയ്ത തെമ്മാടിത്തമൊന്നും നബിയെ നിങ്ങൾ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാ നിങ്ങൾ അവർക്ക് കുടിക്കാൻ കൊടുക്കാൻ ഒരുങ്ങുന്നത്. അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴല്ലേ റസൂൽ അവരെ അങ്ങ് ആട്ടിയോടിക്കുന്നത്. അപ്പൊ റസൂൽ എല്ലാം അങ്ങനെ കാണുക, കണ്ടിട്ട് അവിടുന്ന് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതാ.
ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അഭിനയിച്ചതാ? ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചൊരു വിശ്വാസിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? മഅദല്ലാഹ്, ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. പിന്നെന്താ? അല്ലാഹുവിന്റെ റസൂല് ഭൗതികമായ ലോകത്തിന്റെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് റസൂൽ നമ്മളിൽ നിന്ന് മറഞ്ഞു പോയിട്ടുണ്ട്, വഫാത്തായി പോയിട്ടുണ്ട്. ആ വഫാത്തായി പോയ നബിയുടെ കാഴ്ചക്കും കേൾവിക്കും ഒക്കെ പരിധിയുണ്ട്, മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലിന്റെ സ്ഥിതി അതല്ലേ? ഏത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്നെ ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കൾ ചതിക്കുഴി കുഴിക്കുന്നു. റസൂലുള്ളാഹിനെ വീഴ്ത്തണം, മുസ്ലിമീങ്ങളെ വീഴ്ത്തി നശിപ്പിക്കണം എന്ന ചിന്തയോടുകൂടി അബൂ ആമിർ എന്ന് പറയുന്ന ഒരു ശത്രു, ഒരു ചതിയനതാ ഉഹദിന്റെ മണ്ണിൽ ചില കുഴികളൊക്കെ കുഴിച്ചു വെക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അറിയാതെ അബൂ ആമിർ കുഴിച്ച ചതിക്കുഴിയിൽ റസൂലുള്ള വീണില്ലേ? റസൂലുള്ളാഹിയുടെ കാലുമുട്ട് പൊട്ടിയില്ലേ? അവിടുത്തെ മുഖത്ത് പരിക്കേറ്റിട്ടില്ലേ? ഇതേ കാരണം ആ ചതിക്കുഴി കാണാൻ അല്ലാഹുവിന്റെ റസൂലിന് സാധിച്ചിട്ടില്ല. എല്ലാം കാണുന്നവൻ അള്ളയാണ്, എല്ലാം കേൾക്കുന്നവൻ അള്ളയാണ്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സംഭവം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു സൂചന പറഞ്ഞിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ആയിഷ ബീവി അടക്കമുള്ള സഹാബാക്കൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോ ആയിഷ ഒരു സ്ഥലത്ത് വിശ്രമിക്കാനിരുന്നു. വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നപ്പോ കുറച്ചു ദൂരത്തേക്ക് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒന്ന് പുറത്തേക്ക് പോയി വന്ന് നോക്കുമ്പോ മാല കാണുന്നില്ല. കഴുത്തിലണിഞ്ഞ മാല കാണാതെ അവിടെ സഹാബിമാരൊക്കെ അവിടെ മാല തെരഞ്ഞുകൊണ്ട് കുടുങ്ങിപ്പോയില്ലേ? വെള്ളം പോലും കിട്ടാതെ തയമ്മും എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന ആയത്ത് പോലും ആ സന്ദർഭത്തിലാണ് ഇറക്കിയത് എന്ന് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ എന്താ നമ്മുടെ വിഷയമായിട്ടുള്ള ബന്ധം? മാല തെരഞ്ഞ് ഒരുപാട് ആൾക്കാർ മാല തെരയാൻ പോയി, മാല കിട്ടിയില്ല. അവസാനം ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നത് നോക്കൂ, സഹീഹുൽ ബുഖാരിയിൽ കാണാം. എന്താ ആയിഷ ബി പറയുന്നത്? فبعثنا البعير الذي كنت عليه فبعثنا البعير الذي كنت عليه فأصبنا اللقد تحته. ഞാനിരുന്നിരുന്ന ഒട്ടകത്തെ അങ്ങ് എഴുന്നേൽപ്പിച്ചപ്പോ അതാ ഒട്ടകത്തിന്റെ അടിയിൽ തന്നെ അതാ കിടക്കുന്നു മാല. കേട്ടോ, ആയിഷ ബീവി ഇരുന്നിരുന്ന ഒട്ടകത്തെ എഴുന്നേൽപ്പിച്ചു നോക്കുമ്പോൾ അതിന്റെ അടിയിൽ തന്നെ മാല. അത് കാണാനുള്ള കണ്ണ് അള്ള അത് കണ്ടിട്ടില്ലേ? ഒട്ടകത്തിന്റെ അടിയിലേക്കും കാഴ്ച അല്ലാഹുവിനുണ്ടല്ലോ. മാല കാണാൻ അല്ലാഹു കണ്ടിട്ടുണ്ടല്ലോ, അല്ലാഹു അത് കേൾക്കുന്നുണ്ടല്ലോ. അതേ അവസരത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് തിരിഞ്ഞിട്ടില്ല ഈ ഒട്ടകത്തെ എഴുന്നേൽപ്പിച്ചാൽ അടിയിൽ മാല കിട്ടുമെന്ന്. ആയിഷ ബീവി എന്ന ബീവിക്ക് തിരിഞ്ഞിട്ടില്ല ഇതിന്റെ അടിയിൽ മാലയുണ്ടെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ലോകത്തിന്റെ മുഴുവൻ ഔലിയാക്കന്മാരുടെയും സയ്യിദായ എല്ലാ ഔലിയാക്കന്മാരുടെയും രാജാവെന്ന് വിശേഷിപ്പിക്കാവുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായോ ഈ ഒട്ടകത്തിന്റെ അടിയിൽ തന്നെ കിടക്കുന്നുണ്ട് മാല, പിന്നെ എന്തിനാ നമ്മളിവിടെ സുയിപ്പാകുന്നത്? എഴുന്നേൽപ്പിക്കൂ ഒട്ടകത്തെ, മാല ഞാൻ അതിന്റെ അടിയിൽ കാണുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല, ആയിഷ ബീവി പറഞ്ഞിട്ടില്ല. ഇവരെക്കാണൊക്കെ വലിയ ഔലിയാക്കന്മാരാ അന്നത്തെ മാലയിലും മൗലൂദിലും പറയുന്ന ഔലിയാക്കന്മാര്. ഇവർക്ക് മരിച്ചാലും എല്ലാം കാണും, എല്ലാം കേൾക്കും, ഓരോ കാര്യവും അങ്ങനെ വിളിച്ചു പറയവര് അല്ലേ? അതിനോടത്തിന്റെ അത് അപ്പുറത്തിന്റെ അവിടെ മാന്തിക്കോ ഇവിടെ കിട്ടും, എല്ലാം അവർക്ക് യാതൊരു പ്രശ്നമില്ല, എല്ലാം കാണും, എല്ലാം കേൾക്കും, എല്ലാം അറിയും. പിന്നെന്തേ? അള്ളാഹ് കൊടുത്തതാണ്, അള്ളാഹ് കൊടുത്തത്. എന്തേ അള്ളാഹു ഇവർക്കൊന്നും ഈ കഴിവ് കൊടുക്കാതെ ആദരിക്കാഞ്ഞത് എന്തേ? അപ്പൊ നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂലിന്റെയും സഹാബാക്കളുടെ ഒക്കെ വിശ്വാസം അങ്ങനെ തന്നെ. എന്നാ അള്ളയോ? അള്ള എല്ലാം കാണുന്നു, അള്ള എല്ലാം കേൾക്കുന്നു. അള്ളാഹു എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യാത്തൊരു നിമിഷം പോലും ഇല്ല. ഒരു നിമിഷം പോലും പടച്ചതമ്പുരാന്റെ കാഴ്ചയിൽ നിന്ന്, കേൾവിയിൽ നിന്ന്, അറിവിൽ നിന്ന് യാതൊന്നും അടയാൻ സാധ്യമല്ല. നിങ്ങൾ നോക്കൂ, ഔലിയാക്കളുടെ നേതാവല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? സംശയമുണ്ടോ? ആർക്കും സംശയമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ഏറെ മഹബത്ത് പുലർത്തിയ, ഞാൻ ആരെങ്കിലും ഖലീലായി സ്വീകരിക്കുകയാണെങ്കിൽ ലത്തഖദതു അബൂബക്കർ ഖലീല, എന്റെ ഖലീലായിട്ട് ഞാൻ സ്വീകരിക്കുന്നത് സിദ്ദീഖുൽ അക്ബറിനെ ആയിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ. റസൂലുള്ളാഹിനോട് ഏറെ അടുപ്പമുണ്ടായിരുന്ന സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഹിജ്റ 11-ാം വർഷം റബീഉൽ അവൽ മാസത്തിൽ തിങ്കളാഴ്ച അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്ന ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹിയുടെ അന്ത്യനിമിഷങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടില്ല. കാണാൻ സാധിച്ചോ? റസൂൽ വഫാത്താകുന്ന നേരത്ത് അബൂബക്കർ സിദ്ദീഖ് സ്ഥലത്തില്ല. അദ്ദേഹം അന്നത്തെ തിങ്കളാഴ്ച ദിവസത്തെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് തനിക്കൽപ്പം കൃഷിയുള്ള ഒരു പ്രദേശമുണ്ട് മദീനയിൽ നിന്ന് കുറച്ചപ്പുറത്ത്, സനഹ് എന്നാണ് ആ കൃഷിയിടത്തിന്റെ പേര്.
ആ കൃഷിസ്ഥലത്തേക്ക് ആവശ്യാർത്ഥം പോയിരിക്കുന്ന നേരത്താണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കിടന്ന് വഫാത്താകുന്നത്. ആ അന്ത്യനിമിഷം കാണാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് സ്ഥലത്തില്ലാത്തത് കൊണ്ട് റസൂലുള്ളാഹിയുടെ അന്ത്യനിമിഷം കാണാൻ സാധിച്ചിട്ടില്ല. കണ്ടോ, ഔലിയാക്കന്മാരുടെ കണ്ണിന്റെ പരിധിയാണത്, ദൂരത്തിന്റെ പരിധിയാണത്. അന്യ സനഹിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹിയുടെ അന്ത്യം കാണാമായിരുന്നില്ലേ? അത് ശ്രദ്ധിക്കാമായിരുന്നില്ലേ? എന്തേ? ഔലിയാക്കന്മാരുടെ കാഴ്ചക്ക് ദൂരപരിധിയുണ്ട്. അതേ അവസരത്തിൽ റബ്ബത് കണ്ടില്ലയോ? അള്ളാഹുവിന് ആ പരിധിയുണ്ടോ, ആ പരിമിതിയുണ്ടോ? സുഹൃത്തുക്കളെ, ഒരിക്കലുമില്ല. ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോ. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഉറ്റ ആൾക്കാർ മരണപ്പെടുമ്പോ സ്ഥലത്തില്ലാത്തവരെ കുറിച്ച് കുരുത്തം കെട്ടോനാന്ന് പറയാറുണ്ട്. അല്ലേ? അയാൾക്ക് അയാളോട് വലിയ ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ മരിക്കണ നേരത്ത് അള്ളാഹ് അവിടെ എത്തിക്കൂലേ എന്ന് പറഞ്ഞുകൊണ്ട് മരണനേരത്ത്, ഉറ്റവരുടെ മരണനേരത്ത് ആരെങ്കിലും സ്ഥലത്തില്ല, അയാൾ വിദേശത്തായിരിക്കുമ്പോഴാണ് അയാളുടെ ഉറ്റവര് മരിച്ചതെങ്കിൽ ആ പേരിൽ അയാളെ കുരുത്തം കെട്ടവനെന്ന് പറയാറില്ലേ ആളുകൾ? അവര് ചിന്തിച്ചോ, അല്ലാഹുവിന്റെ റസൂലിനോട് ഏറെ അടുപ്പമുള്ള ഒരു വ്യക്തി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനെ പോലെ ആരെങ്കിലും ഉണ്ടോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിഴൽ പോലെ പിന്തുടർന്ന ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്ന അന്ത്യനിമിഷം കാണാൻ അവസരം കിട്ടിയില്ല. അങ്ങ് ദൂരെയായിപ്പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുരുത്തക്കേടാണോ? അത് ഏറ്റവും വലിയ പോരായ്മയാണോ? അതൊന്നുമല്ല. അതൊക്കെ വെറുതെ ആളുകൾ എന്തെങ്കിലും കാരണമുണ്ടാക്കിക്കൊണ്ട് ഇസ്ലാമിക പ്രബോധകന്മാരുടെ വീര്യം കെടുത്താൻ വേണ്ടി പലതും പറയും. സുഹൃത്തുക്കളെ, പെട്ടുപോകരുത്. അല്ലാഹുവാണ് തീരുമാനിക്കുന്നത് ഒരാളുടെ മരണം എവിടെ വെച്ചായിരിക്കണം, എങ്ങനെയായിരിക്കണം, ആരൊക്കെ സമീപത്ത് വേണം, ഏത് സ്ഥലത്ത് വെച്ച് എങ്ങനെയായിരിക്കണം, അത് അല്ലാഹുവാണ് തീരുമാനിക്കുന്നത്. അല്ലാഹു നമ്മെ എല്ലാവരെയും ഈമാനോടുകൂടി വഫാത്താക്കുമാറാകട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയത് മാത്രം. അപ്പൊ നോക്കൂ നിങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ നേരത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ നേരത്ത് ആ അന്ത്യനിമിഷം കാണാൻ അവിടെ ഉണ്ടായില്ല. ഇനി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം രണ്ടാം ഖലീഫയല്ലേ, സ്വർഗമുണ്ടെന്ന് സുവിശേഷം അറിയിക്കപ്പെട്ട 10 ആളുകളിൽ രണ്ടാമത്തെയാളല്ലേ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കാഴ്ചക്ക് പരിധിയില്ലേ? അദ്ദേഹത്തിന്റെ കേൾവിക്ക് പരിധിയില്ലേ? ഉണ്ടായിട്ടില്ലേ? നോക്കൂ നിങ്ങൾ, ഉമർ റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ മദീനയിൽ തന്റെ പ്രജകളുടെ ക്ഷേമാന്വേഷണങ്ങൾ നടത്താൻ വേണ്ടി വേഷപ്രജനായി കൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് മദീനയുടെ തെരുവോരങ്ങളിലൂടെ നടക്കാറുണ്ടായിരുന്നു. എന്താ? എന്റെ പ്രജകളുടെ സ്ഥിതി എന്താണ്? ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ? ആരെങ്കിലും പരിവട്ടങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും വേദനിക്കുന്നുണ്ടോ എന്നറിയാൻ തന്റെ വീട്ടിലിരുന്നാൽ കാണാനുള്ള കണ്ണ്, കാണാനുള്ള പവർ ആ കണ്ണിനില്ല. അവിടുത്തെ വീടുകളിലെ ദയനീയ സംസാരങ്ങൾ കേൾക്കാനുള്ള ആ പവർ ദൂരദേശത്ത് നിന്ന് കേൾക്കാൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആവുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വേഷം മാറി ഓരോ വീടുകളിലും പാർത്തും പതുങ്ങിയും തന്റെ പ്രജകളുടെ ക്ഷേമാന്വേഷണം അന്വേഷിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചു നടക്കുകയാണ്. കഴിവിന്റെ പരിധിയാണ് മനസ്സിലാക്കപ്പെടേണ്ടത്, കേൾവിയുടെ പരിധിയാണ് മനസ്സിലാക്കേണ്ടത്, കാഴ്ചയുടെ പരിധിയാണ് മനസ്സിലാക്കേണ്ടത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മിഹ്റാബിൽ നിന്ന് കുത്തുകൊണ്ടിട്ടല്ലേ വഫാത്തായത്. സുബഹി നിസ്കരിക്കാൻ വേണ്ടി, ഫജ്ർ നമസ്കരിക്കാൻ വേണ്ടി മദീനത്തെ മസ്ജിദുൻ നബവിയുടെ മിഹ്റാബിലേക്ക് കൈകെട്ടിരുന്നപ്പോൾ അതേ മിഹ്റാബിന്റെ പിന്നിൽ നിന്ന് വിഷം പുരട്ടിയിട്ടുള്ള ഒരു കൂർത്ത അമ്പുമായി, ഒരു കത്തിയുമായി ശത്രു നിൽക്കുന്ന കാഴ്ച, ആ മിഹ്റാബിന്റെ പുറത്ത് നടക്കുന്ന വിവരം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹബീബായ ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ സാധിച്ചിട്ടില്ല. സാധിച്ചോ? കാഴ്ചക്ക് പരിധിയില്ലേ? ചുമരിന്റെ അപ്പുറം എന്നുള്ളത് മനുഷ്യന്റെ കാഴ്ചയുടെ പരിധിയാണ്. പടച്ചോനത് കണ്ടിട്ടില്ലേ? അള്ളാഹുവിന്റെ കാഴ്ചക്ക് പരിധിയുണ്ടോ? അള്ളാഹുവിന്റെ കേൾവിക്ക് പരിധിയുണ്ടോ? ഇല്ല. മറ്റെല്ലാവരുടെയും കാഴ്ചക്കും കേൾവിക്കും പരിധിയുണ്ട്. ഹംസത്ത് റളിയല്ലാഹു തആല അൻഹു ഉഹദ് യുദ്ധത്തിൽ വഹ്ശിയുടെ കുത്തുകൊണ്ടുകൊണ്ടാണ് അവിടുന്ന് ഷഹീദായത്. ഒരു പാറക്കല്ലിന്റെ പിന്നിൽ ഉഹദിന്റെ രണാങ്കണത്തിൽ ഹംസത്ത് റളിയല്ലാഹു തആല അൻഹയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാർത്തും പതുങ്ങിയും ഇരിക്കുകയായിരുന്നു വഹ്ശി. അയാളുടെ കുത്തുകൊണ്ടല്ലേ ഹംസ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി വീണത്. ആ പാറക്കല്ലിന്റെ അപ്പുറത്തേക്കുള്ള കാഴ്ച ഹംസത്ത് റളിയല്ലാഹു തആല അൻഹുവിന് ഉണ്ടായില്ലല്ലോ. മനുഷ്യരുടെ കാഴ്ചയുടെ പരിധിയാണത്. അല്ലാഹു അത് കാണുന്നില്ലേ? പടച്ചതമ്പുരാന്റെ കാഴ്ചക്ക് പരിധിയുണ്ടോ? പടച്ചവന്റെ തീരുമാനം അങ്ങനെയാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹു അത് കണ്ടില്ല. ഇങ്ങനെ നോക്കൂ ഓരോ സംഭവങ്ങൾ. സ്വഹാബാ കിറാം ഉഹദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി എന്നൊരു കിംവദന്തി വരുത്തിയ ആളുകൾ, നബി മരിച്ചിരിക്കുന്നു, മുഹമ്മദ് മരിച്ചിരിക്കുന്നു എന്നൊരൊറ്റ ഊഹാപോഹം പരന്നു. കിംവദന്തി ഉഹദിന്റെ രണാങ്കണത്തിൽ അങ്ങനെ കിംവദന്തി പരന്നപ്പോൾ സഹാബിമാരൊക്കെ ചിന്നിച്ചെതറി. പലരും യുദ്ധക്കളം വിട്ടോടി. റസൂൽ വഫാത്തായി പോയെങ്കിൽ ഇനി എന്തിനാ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് അവരൊക്കെ ഓടി. പലരും നോക്കൂ നിങ്ങൾ,
അല്ലാഹുവിന്റെ റസൂല് വളർത്തി ഉണ്ടാക്കിയ സ്വഹാബാ കിറാമാകുന്ന ഔലിയാക്കന്മാർക്ക് ഉഹദിന്റെ പടക്കളത്തിൽ ഞങ്ങളുടെ ജീവന്റെ ജീവനായ മുത്തുനബി ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണാൻ അവർക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്തിനവർ യുദ്ധക്കളം വിട്ടോടുന്നു? കാണാൻ കഴിഞ്ഞോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരിക്കുന്നുണ്ട്. മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം, ഞാൻ മരിച്ചിട്ടില്ല സഹാബിമാരെ, ഇങ്ങോട്ട് വരൂ, വാന ഫീകും ഹയ്യുൻ, ഞാൻ നിങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് റസൂൽ വിളിച്ചു പറയുന്നുണ്ട്. പലരും അത് കേൾക്കുന്നു പോലുമില്ല. കേൾവിയുടെ പരിധിയാണത്, കേൾവിയുടെ പരിധിയാണത്, കാഴ്ചയുടെ പരിധിയാണത്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് ദൂരെ ഒരു പാറപ്പുറത്തിരിക്കുന്നുണ്ട്, ക്ഷീണിച്ച് തളർന്നുകൊണ്ട്. ആ അവസരത്തിൽ ശത്രുവാണിരിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ നേരെ പോലും അമ്പെയ്യാൻ ഒരുങ്ങുന്ന സഹാബിമാരുണ്ടായിട്ടുണ്ട്. അറിഞ്ഞാൽ അമ്പെയ്യാൻ നോക്കുമോ? ആ ഇരിക്കുന്നത് മുത്തു മുസ്തഫയാണെന്ന് കാണാനുള്ള കാഴ്ചയുടെ പരിധിയാണത്. മനസ്സിലായോ? സഹാബിമാരാണിവർ. ഈ സഹാബിമാരെക്കാണൊക്കെ വമ്പന്മാരാണോ മാലകളിലും മൗലീദുകളിലും ഒക്കെ പരിചയപ്പെടുത്തുന്ന ബീവിമാർ? അവരെക്കാണൊക്കെ വമ്പന്മാരാണോ മാലകളിലും മൗലീദുകളിലും ഒക്കെ പരിചയപ്പെടുത്തപ്പെടുന്ന ഔലിയാക്കന്മാർ? ഒരിക്കലുമല്ല. എല്ലാം കാണുന്നവൻ അല്ലാഹുവാകുന്നു, എല്ലാം കേൾക്കുന്നവൻ അല്ലാഹുവാകുന്നു. പരിധിയില്ലാതെ, അറ്റമില്ലാതെ, പരിധിയില്ലാതെ കാഴ്ചയും കേൾവിയുമുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു. നിങ്ങൾ നോക്കൂ, സഹാബാ വനിതകളുടെ കേൾവിക്ക് പരിധി ഉണ്ടായിട്ടില്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹി സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, പെരുന്നാളിന്റെ ഖുത്ബ നിർവഹിച്ചു കഴിഞ്ഞ ശേഷം നബി അതാ ഈദ്ഗാഹിൽ നിന്ന് കുറച്ചപ്പുറത്തിരിക്കുന്ന സ്ത്രീകളുടെ സമീപത്തേക്ക് പോവുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, കൂടെ ഞാനും ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ ഭാഗത്തേക്ക് പെരുന്നാളിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയാണ്. ആ റിപ്പോർട്ടിൽ കാണാൻ എന്താണെന്നറിയോ? റസൂലുള്ളാഹിയുടെ ഖുത്ബ അവർ കേട്ടിട്ടില്ല. റസൂലുള്ളാഹിയുടെ ഖുത്ബ അവർ കേൾക്കാത്തത് കാരണത്താൽ കുറച്ച് ദൂരത്താണവർ. അതുകൊണ്ട് അവരുടെ സമീപത്തേക്ക് റസൂൽ ബിലാലിനെയും കൂട്ടി പോകുന്നു. ഫവഅദഹുന്ന, അവരോട് റസൂലുള്ള ഉപദേശം കൊടുക്കുന്നു, അവരിൽ നിന്ന് സ്വതക്ക വാങ്ങുന്നു. തസദ്ദഖിന, പെണ്ണുങ്ങളെ നിങ്ങൾ ധർമ്മം ചെയ്തോളൂ, നിങ്ങൾ ദീനിന്റെ മാർഗത്തിലേക്ക് ധർമ്മം ചെയ്തോളൂ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നരകത്തെ തടുത്തോളൂ എന്നിങ്ങനെ പെണ്ണുങ്ങളോട് പ്രത്യേകം റസൂലുള്ള ഉപദേശം കൊടുക്കുന്നു. എന്റെ നബി ഇവിടുന്നാണ് പറഞ്ഞിട്ട് അവിടെ കേൾക്കണില്ല. അവിടെ ഇരിക്കുന്നതാരാ? ഈ മാലിയിലും മൗലൂദിലൊക്കെ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കന്മാരെക്കാൾ, ബീവിമാരെക്കാൾ മഹതികളായ ബീവിമാരാ അപ്പുറത്തിരിക്കുന്നത്. ആ ബീവിമാർക്ക് റസൂലുള്ളാഹിയുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല, റസൂലുള്ളാഹിയുടെ വഅള് കേൾക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? മനുഷ്യന്റെ കേൾവിയുടെ പരിധി, ദൂരപരിധി. അല്ലാഹു അങ്ങനെയാണോ? അവൻ അടുക്കെ അകലെ എന്ന വ്യത്യാസമില്ല, എല്ലാം കേൾക്കുന്നവന്. ഇതിലപ്പുറം ഇനി എന്താ തെളിവുണ്ട്? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ അന്ധവിശ്വാസികളോട് ഇനി എന്തു പറഞ്ഞിട്ടാണ് അവരെ നേർമാർഗത്തിലേക്ക് നയിക്കേണ്ടത്? വല്ലാഹു യഹ്ദീ ഇലസ്സവാബ്, അല്ലാഹു മാത്രമാണ് നേർമാർഗത്തിലേക്ക്, ശരിയിലേക്ക് നയിക്കാൻ കഴിവുള്ളവൻ. അല്ലാഹുവിനോട് പറയുക സുഹൃത്തുക്കളെ, അത്രമാത്രം അന്ധവിശ്വാസത്തിലാണ് ഇനി ഈ സമൂഹം കെട്ടുപെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി വലിയ ശൈഖായിട്ട് പറയുന്ന, എവിടെന്ന് വിളിച്ചാലും വല്ലേ നീലത്തീന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ, ഏത് സ്ഥലത്ത് വെച്ച് എന്നെ വിളിച്ചാലും ഞാൻ ഒക്കെ കേൾക്കും കാണും എന്ന് പറയണേ മുഹീദ്ദീൻ ശൈഖ് ഉണ്ടല്ലോ. മുഹീദ്ദീൻ ശൈഖ് അങ്ങനെ പറഞ്ഞിട്ടില്ല. മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ മുരീദന്മാരുണ്ടാക്കിയ മാലകളിൽ അദ്ദേഹത്തെ പറ്റി എവിടുന്ന് വിളിച്ചാലും കാണും, കേൾക്കുന്നാണല്ലോ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കേൾവിയുടെ പരിധി, അദ്ദേഹത്തിന്റെ കാഴ്ചയുടെ പരിധി മാലയുടെ വരിയിൽ നിന്ന് തന്നെ എടുത്ത് നമുക്ക് തെളിയിച്ചൂടെ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? റിഫായി മാലയിൽ കാണാൻ റിഫായി ശൈഖിന്റെ കറാമത്ത് പറയണം. എന്താ? ഖോജാ മുഹീദ്ദീനും താമും കളിക്കുമ്പോൾ കണ്ണിൻ പീരിയത്തിന്മേലെ ഒളിച്ചോവർ, കണ്ണിൽ കാരുമേശി മാമനിൽ ചൊല്ലിയാർ, കണ്ടില്ല ഉങ്കൾ വാരുവീനാതെന്നോവർ. ഖോജാ മുഹീദ്ദീനും താമും കളിക്കുമ്പോ മുഹീദ്ദീൻ ശൈഖും റിഫായി ശൈഖും കൂടി ഒരു ഒളിച്ചു കളി, കുട്ടികൾക്കുണ്ടല്ലോ ഒളിച്ചു കളിക്കൽ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിലോ കളിച്ചിരുന്നു. നമ്മൾ എല്ലാവരോടും കണ്ണിമ്പാൻ പറയും, നമ്മൾ ഓരോരുത്തർ പോയിട്ട് ഒളിക്കും. ഒളിച്ചിട്ട് ഒളിച്ചോ നിങ്ങൾ പുറത്തുനിന്ന് ചോദിക്കുമ്പോഴാണ് ഇയാളെ കണ്ണ് തുറക്കുക. പിന്നെ ഇയാളെ തെരഞ്ഞു പിടിക്കണം ഓരോരുത്തരും ഇങ്ങനെ എവിടെയാണ്. ഇയാൾ തെരയണീന്റെ മുമ്പ് ഒരുത്തം വന്നങ്ങാണ്ട് ഈ നാട്ടം തൊട്ടാൽ അയാൾ ജയിച്ചു, തോറ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കുന്ന ഒരു കളിയുണ്ട്. ഈ കുട്ടി കളി കളിക്കണവർ രണ്ടാളും കൂടെ. ഖോജാ മുഹീദ്ദീനും താമും കളിക്കുമ്പോ ഒളിക്കുന്നത് എവിടെ? കണ്ണിൻ പീരിയത്തിന്മേലെ ഒളിച്ചോവറി. മുഹീദ്ദീൻ ശൈഖിന്റെ കണ്ണിന്റെ പിരിയത്തിന്റെ ഉള്ളിൽ കയറി റിഫായി ശൈഖ് ഇരിക്കണ്, മൂത്തം മനുഷ്യൻ ഇവിടെ കയറിയിരിക്കുന്നു. എന്നിട്ട് കണ്ടോ? എന്നിട്ട് മുഹീദ്ദീൻ ശൈഖ് കണ്ടോ? ഇല്ല. എവിടെ എവിടെ നോക്കി തരിക, കാണുന്നില്ല.
അപ്പൊ മൂപ്പരെന്നെ പറയണ്, കണ്ണിൽ കരുമീശീമാമനിൽ ചൊല്ലിയാർ കണ്ടില്ല ഉങ്കൾ വാരുവീനാതെന്നോവര്. കണ്ടില്ല ഉങ്കൾ ഇറങ്ങി വരുവീൻ, ഞാൻ തോച്ചിരിക്കുന്നേ എന്നാണ് പറഞ്ഞപ്പോ ദിം വിടുന്നുണ്ട് ചാടന്. തന്റെ കണ്ണിന്റെ വിലയത്തിന്റെ ഉള്ളിലിരുന്നൊരു മുത്തം മനുഷ്യനെ കാണാൻ കഴിയാത്ത ശൈഖാണ് വല്ലേ നീലെത്തിന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാൻ എന്നോവര്. എല്ലാവരെയും കാണുന്നു, കേൾക്കുന്നു. ഒരുപാട് സ്ഥലത്ത് വെച്ച് ഒരുപാട് മുസ്ലിയാക്കന്മാര് അട്ടഹസിച്ചുകൊണ്ട് യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞ് പല ആവശ്യാർത്ഥം വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും ഒക്കെ വേറെ വേറെ കേട്ട് ഉത്തരം ചെയ്യാൻ ശൈഖ് അവർക്ക് കഴിയുന്നു. അങ്ങനെ വിശ്വസിക്കുന്നത് അല്ലേ? ഈ റിഫായി മാലക്കാരൻ മറുപടിയാണ് കൊടുത്ത, ഞങ്ങളെ ശൈഖിന് വലിയ പൊന്തലൊന്നും പൊന്തണ്ട, ഞങ്ങളെ ശൈഖിന്റെ ഇവിടെ കയറി കുത്തിരണ്ട് കാണാൻ പറ്റിയിട്ടില്ല നിങ്ങളെ ശൈഖിന് അല്ലേ? അതിന് മറുപടിയാണ് കൊടുത്തതാ. അപ്പൊ സുഹൃത്തുക്കളെ, ശരിക്കും പഠിച്ചു വെച്ചോളൂ. എന്തിനാ അള്ളാഹിനെ പറ്റി സമീഅ എന്ന് പഠിക്കുന്നത്? എന്തിനാ അള്ളാഹുവിനെ പറ്റി ബസീർ എന്ന് മനസ്സിലാക്കുന്നത്? അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. പടച്ചതമ്പുരാനെ പോലെയെല്ലാം കാണുന്നവരില്ല, അള്ളാഹുവിനെ പോലെയെല്ലാം കേൾക്കുന്നവരില്ല, അള്ളാഹുവിനെ പോലെയെല്ലാം അറിയുന്നവരും ഇല്ല. ഈ വിശ്വാസം മനസ്സിൽ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് ജീവിക്കുക മുഅ്മിനീങ്ങളെ. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ ഇബാദത്തൊക്കെ നന്നാവും, നമ്മളെ അമലൊക്കെ നന്നാകും. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ, എന്താണ് ഏറ്റവും നല്ല പ്രവർത്തനം, എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? അൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അല്ലാഹനെ കാണും പോലെ നീ അവനെ ആരാധിക്കലാണ്. അല്ലാഹുവിനെ നീ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അല്ലാഹ് നിന്നെ ഇങ്ങോട്ട് കാണുന്നു. അല്ലാഹ് നമ്മളെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുക. അപ്പൊ നമ്മുടെ വിശ്വാസം നന്നാകും, വാക്കുകൾ നന്നാകും, പെരുമാറ്റം നന്നാകും, എല്ലാം നന്നാകും. ശിർക്കിൽ നിന്ന് മോചിതരാവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാർത്ഥമായ നിലക്ക് മനസ്സിലാക്കുന്ന നല്ലവരിൽ, നല്ലതായ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. സർവ്വ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈ ലോകത്ത്